എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 90 ലോകകപ്പ് ഓർമ്മിക്കാൻ ഒരു വസന്തകാലം. ഞാൻ 86 ലോകകപ്പിൽ വെച്ചാണ് കളി കാണാൻ തുടങ്ങിയത്. അന്ന് മെക്സിക്കോയിലെ ആർസ്റ്റെക് സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു കളി നടന്നത്. അന്ന് ഫൈനൽ മാത്രമാണ് എനിക്ക് നല്ല ഓർമ്മയുള്ളത്. ജർമ്മനിയും അർജൻറ്റീനയും തമ്മിലുള്ള കളിയായിരുന്നു. രണ്ടുപേരും നല്ല കളി കാഴ്ചവെച്ചു. ജർമ്മനിയുടെ പടക്കുതിരയായിരുന്നു കാൾ ഹൈൻസ് റൂമനിക്കോ. അദ്ദേഹത്തിൻ്റെ അസാമാന്യമായ പാഠവും കാഴ്ചവെച്ചിട്ട് പോലും അർജൻറ്റീനയെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അതെൻ്റെ മനസ്സിലൊരു പരിഭവമായി രൂപപ്പെടുകയും അന്നു മുതലാണ് ഞാൻ ജർമ്മനിയുടെ ഫാനായി തീർന്നത്. അടുത്ത ലോകകപ്പ് ജർമ്മനി ജയിക്കണം എന്ന് ഞാൻ താല്പര്യപ്പെടുകയും അങ്ങനെ സുദീർഘമായ 4 വർഷം എൻ്റെ ആ സ്വപ്നം പേറി ഞാൻ ഓരോ ജർമ്മനിക്ക് വേണ്ടി മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ട് നടന്നു. അങ്ങനെ 90 ലോകകപ്പ് എത്തി. അത് ഇറ്റലിയിൽ വെച്ചായിരുന്നു. അതും കളിയിൽ ജർമ്മനിയും അർജൻറ്റീനയുമാണ് ഫൈനലിലെത്തിയത്. ഒടുവിൽ ഞാനും ആഗ്രഹിച്ചത് അതുപോലെ തന്നെയായിരുന്നു, കറക്റ്റ് തിരിച്ചിട്ട് കൊടുക്കണമെന്ന്. അങ്ങനെ ജർമ്മനിയും അർജൻറ്റീനയും ഫൈനലിൽ വരികയും ജർമ്മനിക്ക് അസാമാന്യമായ കളി കാഴ്ചവെക്കാൻ പറ്റുകയും ചെയ്തു. അന്ന് ആ ലോകകപ്പിൽ ജർമ്മനി ഇറങ്ങുമ്പോൾ തന്നെ ജർമ്മനിയുടെ മുമ്പിൽ എല്ലാവർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന ശ്രുതി പോലും ഉണ്ടായി. ജർമ്മനിയുടെ ഓരോ താരങ്ങളും തുരുപ്പ് ഷീറ്റുകളായിരുന്നു. അന്ന് ജർമ്മനിയെ നയിച്ചത് ലോതർ മത്യാസാണ്. എൻ്റെ അഭിപ്രായത്തിൽ ജർമ്മൻ ടീമിനെ മാത്രമല്ല, ആ ടൂർണമെൻറ്റിലെ മൊത്തം ടീമിനെയും നയിക്കുവാനുള്ള പ്രാപ്തി ലോതർ മത്യാസിനുണ്ടായിരുന്നു. അത്രയും കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ഷാർപ്പ് ഷൂട്ടറായ റൂഡി വോളർ ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി ജർഗൻ ക്ലിൻസ്മാനും കൂടി എത്തിയപ്പോൾ ജർമ്മനിയുടെ ലോകകപ്പിൻ്റെ ഫൈനൽ ജയവും ഏതാണ്ടേക്ക് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ലോകകപ്പിൽ ഫൈനലിൽ ഏത് കളിയിലും ജർമ്മനിയുമായിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും താല്പര്യമില്ലായിരുന്നു. അത്രയും കരുത്തരായിരുന്നു അവർ. അങ്ങനെ ഫൈനലിലെത്തി. ഫൈനലിൽ രണ്ടുപേരും അർജൻറ്റീനയും ജർമ്മനിയും കട്ടകണി നിൽക്കുന്നതായിരുന്നു. ആ സമയത്ത് ആർക്കും ഗോളടിക്കാൻ പറ്റിയില്ല. നിർണായക സമയം വന്നപ്പോൾ ജർമ്മനിക്കൊരു പെനാൽറ്റി കിട്ടുകയും ആ പെനാൽറ്റി കിക്ക് ചെയ്യാൻ വേണ്ടി കോച്ച് വിട്ടുകൊടുത്തത് ആൻഡ്രസ് ബെർമയൊക്കെയായിരുന്നു. ബെർമ പോയി അത് നിസ്സാരമായി കാര്യം നിറവേറ്റി. അവസാന സമയത്ത് ആരും ശ്വാസം വലിക്കും ഒക്കെ ചെയ്യും, പക്ഷേ ബെർമ അത് നിസ്സാരമായി നിറവേറ്റുകയും അവിടെ തിരമാലകളുടെ, മെക്സിക്കൻ തിരമാല എന്ന് പറയും, ആ തിരമാലകളുടെ ആർത്തരമായിരുന്നു. അങ്ങനെ ആ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കഴിഞ്ഞു. ഇതുവരെയുള്ള ചരിത്രത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ഏതെന്ന് വെച്ചാൽ അത് ഈ 90 ലോകകപ്പിൽ ജർമ്മനി ജയിച്ച ജയമായിരുന്നു, ആ കളിയായിരുന്നു, ആ വേൾഡ് കപ്പായിരുന്നു. ശേഷം 2014 ജർമ്മനി വീണ്ടും ജയിക്കുകയും ചെയ്തു. അങ്ങനെ 4 പ്രാവശ്യം ജർമ്മനി വേൾഡ് കപ്പിൽ ജയിച്ചിട്ടുണ്ട്. അത് പൂർണ്ണം തിരിച്ച് പറയുകയാണെങ്കിൽ വേൾഡ് കപ്പ് ഒരിക്കലും ജർമ്മനിക്കും യൂറോപ്പിനും ലാറ്റിൻ അമേരിക്കയും പുറത്തു പോയിട്ടില്ല. 5 പ്രാവശ്യം ബ്രസീൽ, 2 പ്രാവശ്യം 3 പ്രാവശ്യം അർജൻറ്റീന, 2 പ്രാവശ്യം ഉറുഗ്വ. അങ്ങനെ 10 ലോകകപ്പ് ലാറ്റിൻ അമേരിക്ക കൊണ്ടുപോയിട്ടുണ്ട്. 12 എണ്ണം യൂറോപ്പും. അതായത് ഇറ്റലി 4, ജർമ്മനി 4, ഫ്രാൻസ് 2, 4, 4, 8, 2, 10. 1 സ്പെയിൻ, 1 ഇംഗ്ലണ്ട്, അങ്ങനെ 12. ഇനി അടുത്തത് ചരിത്രത്തിൽ ആദ്യമായി യൂറോപ്പിനും ലാറ്റിൻ അമേരിക്കയ്ക്കും പുറത്ത് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. അന്നത്തെ വേൾഡ് കപ്പിൽ ഉറുഗ്വേയുടെ ഒരു താരമുണ്ട്, എൻസോ ഫ്രാൻസിസ്കോ കോലി. വളരെ സുന്ദരമായ കളിയാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. ഉറുഗ്വേയുടെ കോച്ച് മധുരനായിരുന്നു. അതേപോലെ സ്പെയിനിന് അന്ന് തുരുപ്പ് ഷീറ്റുകളുണ്ടായിരുന്നു.
അതുപോലെ നമ്മുടെ ഇംഗ്ലണ്ടിൻ്റെ ഗാരി ലിനേക്കർ. ആ കളിയിൽ ആരും ഗൗനിക്കാതെ പോയ മറ്റൊരു സുന്ദരമായ കളിയുണ്ടായിരുന്നു. അത് ജർമ്മനിയും യൂഗോസ്ലാവിയയും തമ്മിലുള്ള കളിയായിരുന്നു. ജർമ്മൻ ഫീൽഡിൽ നിന്നും ഒരു ബോൾ ആകാശത്തിലൂടെ പറന്നു വരികയും അത് യൂഗോസ്ലാവിയയുടെ പോസ്റ്റിനടുത്ത് എത്തുകയും ആ സമയം യൂഗോസ്ലാവിയയുടെ സ്ട്രൈക്കർ ഡേവർ ജോസിക്ക് എയറിൽ നിന്ന് നേരെ ചെസ്റ്റ് എടുക്കുകയും അത് കാലിലിട്ട് കൊടുത്ത് നേരെ ഒരു ബനാന കട്ട് കൊടുക്കുകയും ചെയ്തു. ഭയങ്കര ഷാർപ്പ് ഷൂട്ടായിരുന്നു അത്. ആരും ഓർത്തില്ല അത് എത്രയും സ്പീഡിൽ ജർമ്മൻ ഗോൾ പോസ്റ്റിൻ്റെ അടുത്ത് എത്തുമെന്ന്. എന്നാൽ അവിടെ ജർമ്മൻ മിഡ്ഫീൽഡർ അത് അതിവിദഗ്ധമായി തടയുകയും തിരിച്ചടിക്കുകയും ചെയ്തു. ഞാൻ ആ ടൂർണമെൻറ്റിൽ കണ്ട ഏറ്റവും സുന്ദരമായ നീക്കം അതായിരുന്നു. അതിനുശേഷം പിന്നെ ജർമ്മനിയുടെ വ്യക്തിത്വമൊക്കെ നഷ്ടപ്പെട്ടു. കളിയിൽ രാഷ്ട്രീയം വന്നു. അങ്ങനെ ജർമ്മനിയുടെ ഫുട്ബോളിൽ രാഷ്ട്രീയം വന്നു ചേർന്നപ്പോൾ എനിക്കും ജർമ്മനിയുടെ താല്പര്യം കുറഞ്ഞു വന്നു. എന്നാലും ലാസ്റ്റ് കപ്പ് വരെ ഞാൻ ജർമ്മനിയുടെ ടീമായിരുന്നു, 22ാം ലോകകപ്പ് വരെ. പിന്നെ രാഷ്ട്രീയപരമായി വ്യക്തിത്വമില്ലായി തീർന്ന് 1ാം ലോകമഹായുദ്ധത്തിൽ യൂറോപ്പിന് നിശേഷം കിടിലം കൊള്ളിച്ച വരിയിൽ നടത്തിയ രാജ്യമായിരുന്നു. 2ാം ലോകമഹായുദ്ധത്തിൽ ലോകത്തിലെ വൻ ശക്തികളായ സോവിയറ്റ് യൂണിയൻ, അമേരിക്ക എന്നീ രാജ്യങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന നട്ടലോടെ എതിർത്ത ഒരു രാജ്യമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ വ്യക്തിത്വമൊക്കെ നഷ്ടപ്പെട്ടു. ട്രംപ് വന്ന് ഇടപെട്ട് യൂറോപ്പിനെ രണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇത്തിരി ഉഷാറായി വന്ന് അമേരിക്കയ്ക്കെതിരെ ഇപ്പം വന്നിരിക്കുന്നത്. ഇപ്പോൾ ജർമ്മനിയെ സ്നേഹിക്കുന്നതെന്ന് വെച്ചാൽ ജർമ്മനിയുടെ റൈൻ നദിയുണ്ട്. ആ റൈൻ നദി ജർമ്മനിയുടെയാണ്, ജർമ്മൻ്റെ നദിയാണെങ്കിലും അത് യൂറോപ്പിലെ മറ്റിതര രാജ്യങ്ങൾക്ക് ഫലപുഷ്ടമായ ജലം വിതരണം ചെയ്യുകയാണ്. ഇത്രയും നല്ല പുണ്യകർമ്മം ചെയ്യുന്ന ഒരു നദിക്ക് 2ാം ലോകമഹായുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ ശിപ്പായികളുടെ രക്തം സ്വീകരിക്കേണ്ടി വന്നു. അത്രയും ഹതഭാഗ്യമായി തീർന്ന നദി. അത് മനസ്സിൽ കണ്ടുകൊണ്ട് ഇനി ലോകത്തൊരു മനുഷ്യനും ഒരു നിരപരാധിയും പീഡിപ്പിക്കപ്പെടാൻ പാടില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് ഞാനൊരു ഫൗണ്ടേഷന് രൂപം കൊടുത്തപ്പോൾ റൈൻ ഫൗണ്ടേഷൻ എന്ന പേര് കൊടുത്തത്. നന്ദി.